എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ പല ആളുകളും അയച്ചു തന്ന വീഡിയോ ടോപ്പിക്കുകളിൽ എനിക്ക് ഏറ്റവും അധികം കൗതുകം തോന്നിയത് ഒരു കുട്ടിയുടെ പേരിടൽ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിലാണ്. ഒരു കുട്ടിയുടെ പേരിടിയിലൊക്കെ എന്തിനാണ് ഇത്ര വിവാദം എന്ന് പരിശോധിക്കാൻ വേണ്ടി ആ ഒരു വീഡിയോ കണ്ട സമയത്ത് മനസ്സിലായി. കുട്ടിയുടെ പേര് പെൺകുട്ടിയാണ്. കുട്ടിയുടെ പേര് ഓം പരമാത്മ. ഓം ചേർത്തിട്ട് പല പേരുകൾ ഇടാറുണ്ട് എന്നുണ്ടെങ്കിലും ഓം പരമാത്മ എന്നൊരു പേര് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ടും പരമാത്മ എന്ന് പറയുന്നത് ഒരു നാമമായിട്ട് ഉപയോഗിക്കാറില്ലാത്തത് കൊണ്ടും പല ആളുകൾക്കും അതത്ര നല്ലതായിട്ട് തോന്നിയില്ല. അത് കുട്ടിയുടെ ഭാവിയെ ബാധിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് പല ആളുകൾക്ക് ഉണ്ട്. ഓം ചേർത്തിട്ട് പേരുകൾ ഇടുമ്പോൾ ആ ഒരു പേരിന് ഉടമയായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേക ഗുണങ്ങൾ ഉണ്ടാവുമോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ പവേഴ്സ് ഉണ്ടാവുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ട സംഗതിയുണ്ട്. ഓം ചേർത്തിട്ട് പേരുകളുള്ള കുറേയധികം പ്രമുഖരായിട്ടുള്ള വ്യക്തികളുണ്ട്. ഓം പുരിയുണ്ട്, ഓം പ്രകാശ് എന്ന സിനിമ ആക്ടർ ഉണ്ട്. പക്ഷെ ഓം പ്രകാശ് എന്ന ഒരു ഗുണ്ടാ തലവൻ കേരളത്തിലുണ്ട്. ഓം പ്രകാശ്, പുത്തമ്പാല രാജേഷ് എന്നൊക്കെ നമ്മൾ വാർത്തകളിൽ കേട്ടിട്ടില്ലേ. അപ്പോൾ പേരിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ ഒരു പേര് കിട്ടിയിട്ടുള്ള വ്യക്തിയുടെ വളർന്നു വന്ന സാഹചര്യവും ആ ഒരു വ്യക്തിയുടെ ചോയ്സുകളും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു വ്യക്തിയായിട്ട് മാറുന്നതും ഒരു പേര് ഗംഭീര പേരായിട്ട് മാറുന്നതും. നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല ആളുകളും കളിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പേരായി മാറിയിട്ടുണ്ട് ശശി എന്നുള്ളത്. പക്ഷേ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ ശശി നമ്മൾ സാധാരണമായിട്ട് കളിയാക്കാൻ ഉപയോഗിക്കുന്ന ശശിയായിട്ട് നമുക്ക് തോന്നാറില്ല. കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിനെ അദ്ദേഹം ആ ഒരു റേഞ്ചിലേക്ക് ഉയർത്തി. മമ്മൂട്ടി എന്ന പേര് തനി നാടൻ സാധാരണമായിട്ടുള്ള ഒരു പേരാണ്. പക്ഷെ മമ്മൂട്ടി എന്ന പേര് ഇപ്പോൾ ലോകം ശ്രദ്ധിക്കുന്ന ഒരു പേരാണ്, മെഗാസ്റ്റാർ മമ്മൂട്ടി. ഇങ്ങനെയാണ്. ഈ പേരിനകത്തൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി ഓം പരമാത്മയിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് ഓം പരമാത്മ എന്ന പേരിട്ട് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ആ ഒരു പേരിട്ട പേരൻസ് വിമർശനങ്ങൾ അർഹിക്കുന്നുണ്ടോ? ശരിക്കും വിമർശിക്കാനായിട്ടുള്ള റൈറ്റ് ഈ പേര് കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മറ്റുള്ളവർക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓം പരമാത്മ അത് പറയുന്ന സമയത്ത് തന്നെ ഒരു മന്ത്രം ജപിക്കുന്നത് പോലെ ഉണ്ട്. ആ ഒരു ഡിവൈൻ ഫീലൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം പേരൻസ് അങ്ങനെ ഒരു പേരിട്ട് കൊടുത്തത് കുട്ടിക്ക്. കുട്ടികൾക്ക് പേരിടാനായിട്ടുള്ള ആ ഒരു റൈറ്റ് പേരൻസിനാണുള്ളത്. ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ കൈപ്പറ്റുന്ന സമയത്ത് തന്നെ അതിനകത്തൊരു പേര് ആഡ് ചെയ്യേണ്ടതുണ്ട്. പരമാത്മ എന്നതൊരു നാമമായി യൂസ് ചെയ്ത് തീരെ കണ്ടിട്ടില്ല. പരമാത്മ എന്ന് നമ്മൾ ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? ഈശ്വരനെയാണ്. ഹിന്ദുയിസം അനുസരിച്ചിട്ട് ഈശ്വരനെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ ചില ആളുകളുടെ ജീവിതത്തേക്ക് അടിസ്ഥാനപ്പെടുത്തി അവർ പരമാത്മാവാണ് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ഈശ്വര തുല്യനായിട്ടുള്ള ആളിനെ പരമാത്മാവ് എന്ന് പറയാറുണ്ട്. ഒരു വ്യക്തി താൻ ഒരു പരമാത്മാവാണ് എന്ന് സ്വയം അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമുക്കതിനകത്തൊരു ചേർച്ചയില്ലായ്ക ഫീൽ ചെയ്യുന്നത്. വിഷ്ണു ആണോ ശിവനാണോ പരമാത്മാവ് എന്നുള്ളൊരു ഡിസ്കഷൻ ഞാൻ ഈ ഒരു പേരിനെ കുറിച്ച് സെർച്ച് ചെയ്ത സമയത്ത് വരികയുണ്ടായി. വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ്. അപ്പോൾ മൊത്തത്തിലൊരു ഈശ്വര തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളൊരു പരമാത്മാവിനോട് ഉപമിക്കുന്നത്. ഈ പരമാത്മാവ് എന്നുള്ള ഒരു പേര് കുട്ടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? കുട്ടിക്ക് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇടാൻ റൈറ്റുള്ള ആളുകൾക്ക് ഇടാം, അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ കുട്ടികൾക്കൊക്കെ പേരിടുന്ന സമയത്ത് ഞാനൊരു പെർട്ടിക്കുലർ ഇൻസിഡന്റിനെ കുറിച്ചിട്ട് മാത്രമല്ല പറയുന്നത്. പക്ഷേ കുട്ടികൾക്കൊക്കെ പേരിടുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. കുട്ടി എന്ന് പറയുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതിയുണ്ട്, അനദർ ഇന്ത്യൻ സിറ്റിസൺ ആണ്. അപ്പോൾ അതൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയായിട്ട് കാണാനായിട്ട് നമ്മൾ ജനനം മുതൽ തന്നെ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ പേരൻസിന് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നുമില്ല. നമ്മുടെ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആവിഷ്കാരങ്ങളും ഒക്കെയാണ് പലപ്പോഴും കുട്ടിയിൽ കൂടെ ആവിഷ്കരിക്കാനായിട്ട് പല ആളുകൾ ശ്രമിക്കുന്നത്. നമ്മുടെ ചില ആഗ്രഹങ്ങൾ, നമ്മുടെ ചില രാഷ്ട്രീയം, നമ്മുടെ ചില വിശ്വാസങ്ങൾ, നമ്മുടെ ചില ഫാൻറ്റസീസ് ഒക്കെ കുട്ടികളുടെ പേരുകളായും കുട്ടികളുടെ ചോയ്സുകളും ഒക്കെ ആയിട്ട് നമ്മളങ്ങ് മാറ്റാറുണ്ട്. ആ ഒരു ചിന്തയാണോ കുട്ടികളുടെ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മെ നയിക്കുന്നത് എന്ന് കൃത്യമായി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ചിന്താഭാരം കുട്ടികൾ ചുമക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഓം പരമാത്മ പോലൊരു പേരുമായി സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി, ആ പേരിനെ കുറിച്ചിട്ടോ ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ചിട്ടോ അല്ലോട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ പേരുമായി സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കാം ഫേസ് ചെയ്യേണ്ടി വരിക? ചില ആളുകൾ ബുള്ളിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാവുന്ന ഒരു കാരണമല്ല. കാരണം ബുള്ളിങ് നിർത്തേണ്ടതാണ്. ബുള്ളിങ്ങിന് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. വ്യത്യസ്തതകൾ മാത്രമല്ല ബുള്ളിങ്ങിന്റെ റീസൺ എന്ന് പറയുന്നത്, അതൊരു ചെറിയ റീസൺ മാത്രമാണ്. ഇപ്പോൾ നമ്മളെ ബുള്ളി ചെയ്യാൻ വരുന്ന ആളുടെ ആ ഒരു മെന്റാലിറ്റി വളരെ മോശമായതുകൊണ്ട് എന്ത് കണ്ടാലും അവൻ നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ബുള്ളി ചെയ്യും. നമ്മുടെ സൗണ്ട്, നമ്മുടെ വീട്ടിൽ അച്ഛൻ്റെ ജോലി, നമ്മുടെ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അനുസരിച്ചിട്ട് ബുള്ളി ചെയ്യും. നമ്മുടെ നിറം, നമ്മുടെ മുടി, അതൊക്കെ ബുള്ളി ചെയ്യാനായിട്ടുള്ള റീസൺ ആയിട്ട് ഈ ബുള്ളീസ് എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പേര് കാരണം ബുള്ളിങ് ഉണ്ടാവും, അതുകൊണ്ട് പേര് മാറണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ബുള്ളി ചെയ്യാൻ പറ്റുന്ന റീസണെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലോ. ഓം പരമാത്മ എന്നുള്ള ഒരു പേര് കേൾക്കുന്ന സമയത്ത് അതിനകത്ത് ആ ഒരു ഡിവൈൻ എലമെന്റ് മനസ്സിലാവുന്ന ഒരു കൂട്ടം ആളുകളാണെന്നുണ്ടെങ്കിൽ ആ പേരിന്റെ ഉടമയെ ഒരു തരത്തിലും വേദനിപ്പിക്കരുത് എന്ന് തോന്നിക്കഴിഞ്ഞാലോ
അതൊരു സാധ്യതയാണല്ലോ. ഓം പരമാത്മയെ തല്ലാനായിട്ട് ടീച്ചറിന് ബുദ്ധിമുട്ടായിരിക്കും. ഓം പരമാത്മയ്ക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ടീച്ചർമാർ വളരെ സീരിയസ് ആയിട്ട് എടുക്കും. ഓം പരമാത്മയുടെ പേരൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് ഒന്ന് വേറെ തന്നെയാണ്. പരമാത്മാവാണ്. അപ്പോൾ അത്തരത്തിലുള്ള കൺസിഡറേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബുള്ളിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നതിനോടൊപ്പം സാധ്യതകളെ കുറിച്ച് കൂടി പറയണം. ഇനിയിപ്പോൾ അടുത്ത ഒരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുള്ള സംഗതി എന്താണ്? ഉച്ചരിക്കാനായിട്ട് ചില ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ എഴുതാനായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട്. പരമാത്മ, അതിനകത്ത് TH വേണോ, T മാത്രം മതിയോ എന്നുള്ളൊരു ചിന്ത ചില ആളുകൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രേഖകളിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതുപോലൊരു പേര്, ഓം പരമാത്മ പോലെ ഒരു പേര് കുട്ടികൾക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഈ ന്യൂനതകളെ കുറിച്ചിട്ട് ഞാൻ പറയുന്നത് കുട്ടികളുടെയൊക്കെ പേരിടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടിയുടെ പേഴ്സണാലിറ്റി ട്രേറ്റ് നമുക്കറിയില്ല. ആ കുട്ടി വ്യത്യസ്തതകൾ ആഗ്രഹിക്കാത്ത, വളരെ ഒതുങ്ങിപ്പോവാൻ ആഗ്രഹിക്കുന്ന ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേര് കുട്ടിക്ക് വലിയൊരു ബാധ്യതയായിരിക്കും. എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നത് സെലിബ്രിറ്റീസിനൊക്കെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പല ആളുകളും ആ ഒരു രീതിയിലേക്ക് എത്തപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെടുന്നത് ചില ആളുകൾക്ക് വളരെയധികം സഫോക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ പേര് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഈ പേരിനകത്ത് നിഴലിച്ച് നിൽക്കുന്ന കുറേയധികം ഐഡൻറ്റിറ്റികളുണ്ട്. കൾച്ചറൽ ഐഡൻറ്റിറ്റി ഉണ്ട്, റീജിയണൽ ഐഡൻറ്റിറ്റി ഉണ്ട്, റിലീജിയസ് ഐഡൻറ്റിറ്റി ഉണ്ട്, ബിലീഫ് ഉണ്ട്. ഇങ്ങനെ കുറേയധികം ഐഡൻറ്റിറ്റികളുടെ ഒരു ഭാരം ഈ പേരിനുണ്ട്. അങ്ങനെയുള്ള ഐഡൻറ്റിറ്റികളുടെ ഭാരം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ ആ ഒരു പേര് നമുക്കൊരു ചെറിയ ബാധ്യത ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എൻ്റെ പേരിൻ്റെ ഇനീഷ്യൽ, എൻ്റെ അച്ഛൻ്റെ പേര് ജോസഫ് എന്നാണ്. അപ്പോൾ ഈ ജോസഫ് എന്നത് ഒരു ക്രിസ്ത്യൻ നാമമാണ്. അപ്പോൾ ഈ പേര് കേൾക്കുന്ന സമയത്ത് അതിനകത്തൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ക്രിസ്ത്യൻ ആണ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. പക്ഷെ അച്ഛൻ്റെ പേര് ഇപ്പം നമുക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഇനീഷ്യൽ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ആ പേരിൽ തന്നെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. പക്ഷേ എൻ്റെ പേരിൽ ആ ഒരു ഐഡൻറ്റിറ്റി ഇല്ല. എന്നാൽ JB എന്ന എൻ്റെ പേരിൽ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റിയോ റിലീജിയസ് ഐഡൻറ്റിറ്റിയോ ഒന്നും ഫിക്സ്ഡ് ആയിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ അതൊരു ഗുണമാണ്. അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് പേരിടുകയാണെന്നുണ്ടെങ്കിൽ ഈ മാറുന്ന കാലത്തിൻ്റെ ഒരു രീതികൾക്കനുസരിച്ചിട്ട് അതുങ്ങൾക്ക് അങ്ങ് സിങ്കായിട്ട് പോകാനായിട്ട് പറ്റും. അപ്പം അധികം കോംപ്ലക്സ് ആക്കാതിരിക്കുക. അതേപോലെ ഇത്തരത്തിലുള്ള പേരുകൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. നമ്മളുടെ ചില ഐഡിയകളുടെ ഒരു സാക്ഷാത്കാരമാണ്. പക്ഷെ നമ്മളത് ഇട്ട് കൊടുക്കുന്നത് ഒരു പേരായിട്ട് ഒരു വ്യക്തിക്കാണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഗുണപ്രദമാവുമോ ഈ പേര് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കൂടുതലായി ചിന്തിക്കേണ്ടത്. ഒരാൾക്ക്, വളർന്നു വരുന്ന ഒരാൾക്ക് ബോധം വരുന്ന ഒരു പ്രായത്തിൽ ഗിഫ്റ്റായിട്ട് തോന്നുന്ന ഒന്നായിരിക്കണം പേരൻസ് ഇട്ട് കൊടുത്ത ഒരു പേര്. അല്ലാതെ ബാധ്യതയായിട്ട് തോന്നുന്ന ഒന്നാവരുത് ഒരു പേര്. നമ്മൾ അച്ഛൻ അമ്മ എന്ന റോൾ, ആ ഒരു അധികാരം എന്ന രീതിയിൽ ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ഇന്ത്യൻ പൗരൻ്റെ രക്ഷകർത്താക്കളാണ്, കെയർ ടേക്കേഴ്സാണ്. അപ്പോൾ അയാൾ നാളെ നേരിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടപെടുന്ന സമയത്ത് നമ്മളെ ഏൽപ്പിച്ച ആ ഒരു കാര്യം കൊണ്ട് പുള്ളിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കേണ്ടതുണ്ട്. ഇതുവരെ പറഞ്ഞത് ആ പേരുമായി ബന്ധപ്പെട്ട് അതുപോലുള്ള പേരുകളുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചില ന്യൂനതകളെ കുറിച്ചിട്ടാണ്. ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. ആ ഒരു പേര് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ട് കണക്കാക്കപ്പെടും. അയാൾക്ക് ആ ഒരു പേര് വലിയ അസറ്റായിട്ട് മാറാൻ വരെ സാധ്യത ഉണ്ടായിരിക്കാം. ഇനി നമ്മൾ മറ്റൊരു കാര്യത്തെക്കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് വലിയ പാടാണ്, എന്നാലും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് പേര് പോലെ തന്നെ അവൻ്റെ ബാധ്യതയായിട്ട് നമ്മൾ കുറേയധികം സാധനങ്ങൾ അവൻ്റെ അനുവാദം ഇല്ലാതെ അവനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ജാതി സമ്പ്രദായത്തിനൊക്കെ എതിരെ ഘോര സംസാരിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ ഇപ്പോഴും അച്ഛൻ്റെ അമ്മയുടെയും ജാതി അനുസരിച്ചിട്ട് ഒരു ജാതി അവനിലേക്ക് നമ്മൾ എഴുതി ചേർക്കാറുണ്ട്. നമുക്കത് മാറ്റി അവനെ സ്വതന്ത്രനായിട്ട് വിടാനായിട്ടുള്ളൊരു സിസ്റ്റം എന്തുകൊണ്ടോ ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഓർത്തപ്പോൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലുമൊക്കെ വലിയ കാരണങ്ങളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചിട്ട് എനിക്ക് അറിയത്തില്ല. അതിനെക്കുറിച്ചിട്ടുള്ള ക്ലാരിറ്റി നിങ്ങളിൽ പല ആളുകളിൽ നിന്നിട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതേപോലെ റിലീജിയൻ, ഒരു റിലീജിയസ് ഐഡിയോളജി, എങ്ങനെയാണ് ഒരാൾ ഒരു റിലീജിയസ് ഐഡിയോളജിയുടെ ഭാഗമായി മാറേണ്ടത്? അത് കേട്ടിട്ട് അവനത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ, അവന് ഫോളോ ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ ഭാഗമായിട്ട് മാറേണ്ടത്. പക്ഷേ ബൈ ബർത്ത് നമുക്കൊന്നും യാതൊരുവിധ ചോയ്സും ഇല്ലാതെ അച്ഛൻ്റെ അമ്മയുടെയും റിലീജിയസ് ഐഡിയോളജി നമ്മളിലേക്കും അങ്ങ് ചാർത്തപ്പെടുകയാണ്. ഇങ്ങനെ ഒത്തിരിയധികം വൃത്തികേടുകൾ നമ്മൾ കുട്ടികളോട് ചെയ്യുന്നുണ്ട്. അവൻ ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു നായരായിട്ടും നമ്പൂതിരിയായിട്ടും പുലയനായിട്ടും ബ്രാഹ്മണനായിട്ടും ഒക്കെ അങ്ങ് ജനിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ജാതിയിൽ ഇങ്ങനെ മനുഷ്യന്മാരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോർത്തിലൊക്കെ സ്ഥിരമായിട്ട് പണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കേസാണ്. ചില ആളുകൾ OBC ST എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രിവിലേജഡ് ആയിട്ടുള്ള ആളുകൾ മക്കളുടെ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻസ് കിട്ടാൻ വേണ്ടി. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വ്യാജ സർട്ടിഫിക്കറ്റിനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പല ആളുകളും മുന്തി ഏതെങ്കിലും ജാതിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയേനെ.
അത് ഇന്ത്യയിൽ ഇപ്പോഴും ഇങ്ങനെ നിർബാധം തുടരുന്ന ചില സംഗതികളാണ്. ജാതി ഇട്ട് കൊടുക്കുന്നു, മതം ഇട്ട് കൊടുക്കുന്നു, ഇനിയിപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും പൊളിറ്റിക്സ്, മത ചിന്തകൾ, റിലീജിയസ് ബിലീഫ്സ് എല്ലാം പേരിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തോരം ഭാരമാണ് ജനിച്ചു വരുന്ന ഒരു കുട്ടിയുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. അവൻ എന്തെങ്കിലും ഒരു ചോയ്സ് ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യന്മാരിൽ ഭൂരിപക്ഷം ആളുകൾക്കും ചിന്തിക്കാനായിട്ട്, തീരുമാനങ്ങൾ എടുക്കാനായിട്ടും ഒക്കെ കഴിവുകളുണ്ട്. എന്നാൽ ഈ പറയുന്ന ആളുകളുടെ ഐഡൻറ്റിറ്റി രൂപീകരിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് അവരുടെ പോലും അനുവാദമില്ലാത്ത ഇത്തരത്തിലുള്ള ചില ടാഗുകളാണ്. ഒരു മനുഷ്യനുണ്ടായി 18 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ അവൻ്റെ മതത്തിന് വേണ്ടി വാദിക്കാനായിട്ട് നിയോഗിക്കപ്പെടുകയാണ്. അവൻ്റെ കുടുംബത്തിൻ്റെ രാഷ്ട്രീയ ഐഡിയോളജിക്ക് വേണ്ടി വാദിക്കാൻ നിയോഗിക്കപ്പെടുകയാണ്. അച്ഛൻ്റെ അമ്മയുടെയും പാരമ്പര്യം പിന്തുടരാനായിട്ട് നിയോഗിക്കപ്പെടുകയാണ്. ഒരു റോളും ഇല്ല. ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പരിധിയിലധികം നമ്മളൊരു കുട്ടിയിലേക്ക് കുറേയധികം സാധനങ്ങൾ ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു തീരുമാനങ്ങളിലേക്ക് കൂടുതലായി നയിക്കുന്നത് നമ്മുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങളാണോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് ഉറപ്പിക്കേണ്ടതുണ്ട്. അവന് വേണ്ടി ചെയ്യുന്നതാണോ, നമുക്ക് വേണ്ടി ചെയ്യുന്നതാണോ എന്നുള്ളത് കുട്ടികളുടെ കാര്യത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക. ആളുകളൊക്കെ ജയ് ശ്രീറാം വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, അള്ളാഹു അക്ബർ വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, അവരെ കൊണ്ട് എൻ്റെ മതത്തിൻ്റെ ആ ഒരു സംഭവങ്ങൾ വിളിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് അങ്ങനെയുള്ള പേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ രസമല്ലേ? ക്ലാസ്സിൽ ടീച്ചർ രാവിലെ ജയ് ശ്രീറാം വന്നിട്ടുണ്ടോ, അള്ളാഹു അക്ബർ വന്നിട്ടുണ്ടോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാൻ പോരെ? ഈ ഭാരം പേറേണ്ട ആളുകളാണോ കുട്ടികൾ? അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. പലപ്പോഴും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സംഗതിയാണ്, എനിക്ക് തോന്നിയ ഒരു പേരിട്ട്, എനിക്ക് അങ്ങനെ ഒരു പേരിടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, ആരോടും ഞാനൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അവർക്ക് വേണമെങ്കിൽ മാറ്റാമല്ലോ, കുട്ടികൾക്ക് വേണമെങ്കിൽ മാറ്റാമല്ലോ. പക്ഷെ പേര് മാറ്റുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. അത് ഓഫീസിൽ പോയി രേഖകളിൽ തിരുത്തുക എന്നുള്ളതിൻ്റെ ഒരു കോംപ്ലക്സിറ്റിയെ കുറിച്ചിട്ടല്ല പറഞ്ഞത്. ഒരാൾ ഇത്ര കാലം അറിയപ്പെട്ടിരുന്ന ഒരു പേരിൽ നിന്ന് മറ്റൊരു പേരിലേക്ക് സ്വയം മാറുന്ന സമയത്ത് കുറേയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ആളുകൾ ഓർത്ത് വെക്കാനായിട്ടും പരിചയപ്പെടാനായിട്ടും ഒക്കെയാണ് പേരുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ 2 പേരെന്ന് പറയുന്നത് അയാൾക്ക് വീണ്ടും ഒരു ബാധ്യത തന്നെയാണ്. അതേപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള എടുത്തു നിൽക്കുന്ന പേരുകൾ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറാലോ പിന്നെ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ആ പേരുകൾ കൊണ്ട് അയാൾ ഒത്തിരിയധികം ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു മനുഷ്യന്, ആ ഒരു വ്യക്തിക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എന്ത് പേര് വേണമെങ്കിലും ഇടാം, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവന് സ്വന്തമായി പേരിടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് അവനൊരു പേരിട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവന് വേണ്ടി ആ പറയുന്ന പരിപാടി ചെയ്യുക, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ആ ഒരു പരിപാടി ചെയ്യുക. നമുക്ക് വേണ്ടി നമ്മളുടെ എന്തെങ്കിലും ഒരു ടാഗ് ചുമന്നുകൊണ്ട് നടക്കാൻ വേണ്ടി ആവരുത് ഒരു പേരിടൽ പരിപാടി എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.